വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സഹകരണ ബാങ്കിലേക്കുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏജ് ലിമിറ്റിന് വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള EWS കാറ്റഗറിയിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 വർഷത്തെ വയസ്സിളവുണ്ട്. അപ്പോൾ അവർക്ക് 43 വയസ്സ് വരെ അപേക്ഷിക്കാം. OBC-കാർക്ക് 43 വയസ്സ് വരെ അപേക്ഷിക്കാം. SC/ST-കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാം. കൂടാതെ 5 വർഷത്തെ ഇളവ് വിധവകൾക്ക് ഇതിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവ് ഈ തസ്തികകളിലേക്കെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വയസ്സിളവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതുകൂടാതെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. അടുത്ത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് MCA BTech കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി, experience minimum working experience of 3 years as system administrator or equivalent post in any recognized institution is desirable. അപ്പോൾ ഇത്രയുമാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പിസ്റ്റ് തസ്തികയാണ്. ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് SSLC അഥവാ തത്തുല്യ യോഗ്യത, കൂടാതെ KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ. KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറും SSLC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് തസ്തികയിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ 7 ഒഴിവുകളാണ് ഉള്ളത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ 3 ഒഴിവാണ് ഉള്ളത്. അപേക്ഷ സമർപ്പിക്കേണ്ട പരീക്ഷാ ബോർഡിൽ സഹകരണ പരീക്ഷാ ബോർഡാണ് പരീക്ഷ നടത്തുക. പരീക്ഷയിൽ ഒരു മാർക്കിന് 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സംഘം ബാങ്കിന്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആയതിനാൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കും. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിനാണ്. അതുപോലെ തന്നെ ഫീസ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം സർക്കാരിന്റെ 18% GST കൂടി അടയ്ക്കണം. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും ഇത്രയും കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ തസ്തികകളിലേക്കെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്കും ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ പോകുന്നവരും സമർപ്പിച്ചിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ട റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികകൾക്കും വ്യത്യസ്തമായ യോഗ്യതയാണ്. അതുപോലെ തന്നെ പ്രായപരിധിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഏജ് ഓവർ ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏജ് ലിമിറ്റിൽ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 to 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഈ EWS-കാർക്ക് 43 വയസ്സ് വരെയും OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും അതുപോലെ തന്നെ വിധവകൾക്ക് 5 വർഷത്തെ വയസ്സിളവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ വയസ്സിളവും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരുടെ വയസ്സിളവും നോക്കി അതുപോലെ തന്നെ യോഗ്യത അനുസരിച്ച് ഈ പറയുന്ന തസ്തികകളിലേക്കെല്ലാം തന്നെ അപേക്ഷ
സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.